ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിട്ട് ഗുവാഹത്തിയിൽ ഇറങ്ങി തുടങ്ങിയ അന്ന് തുടങ്ങിയ ശാപമാണ്. ഇതുവരെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിജയ വരൾച്ച എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇത്ര രൂക്ഷമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ച് പറയാൻ ഇത്തിരി സംശയമാണ്. കഴിഞ്ഞ 5 മത്സരങ്ങളിലായിട്ട് ഒരു ടീമിന് പോലും 3 പോയിന്റ് സ്വന്തമാക്കുവാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും പരസ്പരം ഓരോ പോയിന്റുകൾ പങ്കിട്ട് പിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ശാപത്തിനെല്ലാം തുടക്കം കുറിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരമായിരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ അവേ മത്സരത്തിൽ ഏറ്റുമുട്ടുമ്പോൾ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമടിച്ച് സമനില പാലിച്ച് പിരിയുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് 5 മത്സരങ്ങളായപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാത്രമല്ല, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ടീമും വിജയം കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു ദുരന്ത യാഥാർത്ഥ്യമായിട്ട് അവിടെ അവശേഷിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആ ഒരു മത്സരത്തിന് ശേഷം രണ്ടാമത്തെ മത്സരം നടന്നത് ചെന്നൈയിൻ എഫ് സിയും ഹൈദരാബാദ് എഫ് സിയും തമ്മിലാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ക്ലബ്ബുകളും കൊമ്പ് കോർത്തപ്പോൾ ആർക്കും വിജയം നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആർക്കും ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ല. കംപ്ലീറ്റ്ലി ഒരു ഡ്രൈൻ ഔട്ട് മാർച്ച് തന്നെ പറയണം. 0-0 സമനില. അതിനുശേഷം ഒക്ടോബർ 2-ാം തീയതി മുംബൈ സിറ്റി എഫ് സിയും ബംഗളൂരു എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഗോൾ മഴ പെയ്യുമെന്ന് ആരാധകർ എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ അവിടെയും ഗോളുകളൊന്നും പിറന്നതേയില്ല. ഗോൾ രഹിതമായിട്ടുള്ള ഒരു സമനിലയാണ് നമ്മൾ അവിടെ കണ്ടത്. അതിനുശേഷം ഒക്ടോബർ 3-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കളിക്കളത്തിലേക്ക് വന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണല്ലോ ഈ വിജയ വരൾച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് തന്നെ ആ വിജയ വരൾച്ചയ്ക്ക് ഒടുക്കവും കുറിക്കാൻ കഴിയുമെന്ന് ആരാധകർ വിശ്വസിച്ചിരുന്നു. കളി തുടങ്ങി തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകളുടെ ലീഡ് എടുത്തു. പക്ഷേ കലങ്കയുടെ വീരന്മാർ 2 ഗോളുകൾ മടക്കി അടിച്ച് കളിയെ സമനിലയിൽ എത്തിച്ചു. ആ ഒരു കളി അങ്ങോട്ടെത്തി. അതിനുശേഷം ഇന്നലെ നടന്ന മത്സരം 3-3 സമനിലയിലായിരുന്നു പിരിയുന്ന കാഴ്ച കണ്ടത്. എഫ് സി ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തുടങ്ങി വെച്ച ശാപം, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ബ്ലാസ്റ്റേഴ്സും തുടങ്ങി വെച്ച ശാപം ബ്ലാസ്റ്റേഴ്സിന് തീർക്കാൻ കഴിയും എന്ന് കരുതി അവർ തീർത്തില്ല. എന്നാൽ പിന്നെ മറുവശത്തുണ്ടായിരുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തീർക്കുമെന്ന് കരുതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും കഴിഞ്ഞില്ല. അങ്ങനെ കെട്ടുപൊട്ടാത്ത സമനിലകളുമായി വിജയ വരൾച്ചയുടെ ഒരു വേനൽക്കാലത്തിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്നത്.